വീട്ടിലെ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് സുഭദ്രാമ്മ അടുക്കളയിലെ പണികൾ പകുതിക്കിട്ട് ഉമ്മറത്തെ ഡോർ ലക്ഷ്യമാക്കി നടന്നു. ഡോർ തുറന്നു നോക്കിയ സുഭദ്ര പട്ടാള വേഷത്തിൽ തന്നെ നോക്കി നിറപുഞ്ചിരിയോടെ നിൽക്കുന്ന സുമുഖനായ ചെറുപ്പക്കാരനെ കണ്ട് അമ്പരന്നു. മുത്തശ്ശി. കയ്യിലിരുന്ന ബാഗ് നിലത്ത് വെച്ച് അവൻ സുഭദ്രയെ പിടിച്ച് പൊക്കി വട്ടം കറക്കി. താഴെ ഇറക്കടാ, തല ചുറ്റുന്നു. അവൻ അവരെ താഴെ നിർത്തി. ദേവാ മോനെ. അവൻ്റെ മുഖത്ത് അവർ തഴുകിക്കൊണ്ട് വിളിച്ചു. ഹാ, കണ്ണു നിറക്കല്ലേ എൻ്റെ സുഭദ്ര കൊച്ചേ, ഞാനിങ്ങ് വന്നില്ലേ, ഇനി 2 മാസം കഴിഞ്ഞ് പോയാൽ മതി എനിക്ക്. സുഭദ്ര ദേവനെ ചുറ്റിപ്പിടിച്ചു. അപ്പടി വിയർപ്പ മുത്തശ്ശി, ഞാൻ പോയി ഒന്ന് കുളിക്കട്ടെ. ദേവൻ അവരെ അടർത്തി മാറ്റി കവളിലൊരു ഉമ്മ കൊടുത്ത് മുകളിലേക്ക് സ്റ്റെപ്പുകൾ കയറി. പിന്നെ നമ്മുടെ ചട്ടമ്പി വന്ന ഞാൻ വന്ന കാര്യം പറയണ്ടാട്ടോ, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. പകുതി വെച്ച് നിന്ന് അവൻ പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല, വന്നു കഴിഞ്ഞാ കിട്ടുന്നത് കൈയോടെ മേടിച്ച് വെച്ചോ നീ. സുഭദ്രയുടെ വാക്കുകൾ കേട്ട് ഒരു ചിരിയോടെ ദേവൻ അകത്തേക്ക് കയറി. മുത്തൂസേ, ഞാൻ വന്നുട്ടോ. സുഭദ്രയെ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി അടുക്കളയിലേക്ക് ചെന്നു. ആഹാ, സാമ്പാർ, അവിയൽ, കാളൻ, കണ്ണിമാങ്ങ, ഓ പപ്പടം കാച്ചിയത്, എന്താ ഇന്ന് കുറേ ഡിഷുണ്ടല്ലോ. ആരെങ്കിലും വരുന്നുണ്ടോ? മൂടി വെച്ച പാത്രങ്ങൾ ഓരോന്ന് തുറന്ന് അവൾ ചോദിച്ചു. ആ, ഒരു ഗസ്റ്റുണ്ട്. ഓ, ആരാണാവോ? ഞാനൊന്ന് അവിയൽ വെച്ച് തരാൻ പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഡിമാൻഡ്? അവൾ സുഭദ്രയെ നോക്കി പുച്ഛിച്ച് കാച്ചി വെച്ച പപ്പടം ഒന്നെടുത്ത് വായിലേക്ക് വെച്ചു. അമ്മൂട്ടിയേ. പെട്ടെന്നൊരു ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞു നോക്കി അവൾ വാതിൽപ്പടിയിൽ കൈകെട്ടി നിൽക്കുന്ന ദേവനെ കണ്ട് ഞെട്ടി. ദേവേട്ടാ. ആദ്യത്തെ ഞെട്ടൽ വിട്ടുമാറി അവൾ ദേവന് നേരെ ഓടിച്ചെന്ന് അവൻ്റെ മേലേക്ക് ചാടിക്കയറി. അവളുടെ പെട്ടെന്നുള്ള നീക്കത്തിൽ അവൻ പിന്നോട്ടാഞ്ഞെങ്കിലും ബാലൻസ് ചെയ്തു നിന്നു. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ കൂടെ വരുമെന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ ദുഷ്ട. അവൾ ദേവനെ പിച്ചുകയും അടിക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു. അമ്മു മതിയടി, അവന് വേദനിക്കും. സുഭദ്ര പറഞ്ഞത് കേട്ട് അവൾ ദേവനെ അടിക്കുന്നത് നിർത്തി അവനെ പുണർന്ന് തോളിൽ തലവെച്ച് വിതുമ്പി. സോറി ഏട്ടാ, വേദനിച്ചോ? അയ്യേ, ഏട്ടൻ്റെ പുലിക്കുട്ടി കരയുന്നോ? മോശം മോശം. ദേവന് മറുപടിയായി അവൾ അവൻ്റെ തോളിൽ പല്ലുകൾ അമർത്തി. മതി മതി, 2 പേരും വന്നേ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മു താഴെ ഇറങ്ങി ദേവനെ വലിച്ച് ചെയറിലിരുത്തി. അവളും അവനടുത്തിരുന്ന് തനിക്കായി വെച്ചിരുന്ന പ്ലേറ്റ് മാറ്റിവെച്ച് ദേവന്റെ പ്ലേറ്റിന്റെ ഭക്ഷണം വിളമ്പി അവന് നേരെ വാ തുറന്ന് കാണിച്ചു. അവൻ അവളെ വാത്സല്യത്തോടെ നോക്കി കുഴച്ച ചോറിൽ നിന്നും ഉരുള അമ്മുവിന്റെ വായിൽ വെച്ചു കൊടുത്തു. അടുത്ത മാസം കല്യാണമാണ്, എന്നിട്ടും ഇപ്പോഴും കൊച്ചു കുട്ടിയെന്ന വിചാരം. അവളിനി എത്ര വലുതായാലും എനിക്കെൻ്റെ കുഞ്ഞനിയത്തി തന്നെയാ, അല്ലേടാ? ഈ മുത്തുവിന് അസൂയയാ. ഞാനിന്ന് ഏട്ടൻ്റെ കൂടെയാ. രാത്രി കിടക്കാൻ നേരം അമ്മു ദേവന്റെ റൂമിലേക്ക് ചെന്ന് ദേവനപ്പോൾ ഫോൺ ചെയ്യുകയായിരുന്നു. ആരാ? എൻ്റെ അളിയൻ, അല്ലാതാര്? ഓ, അങ്ങേര് നിങ്ങളുടെ കാമുകി വല്ലതുമാണോ? ഇന്ന് എത്ര തവണ വിളിച്ചു? ഡീ വേണ്ട. അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ, ഒരു ചങ്കും കരളും വന്നിരിക്കുന്നു. ദേവൻ ചിരിച്ച് വന്ന് അമ്മുവിൻ്റെ അടുത്ത് കിടന്നു. സംസാരിച്ചെപ്പോഴോ തൻ്റെ നെഞ്ചിൽ കിടക്കുന്ന അമ്മുവിനെ അവൻ നോക്കി. ദേവജിത്ത് എന്ന ദേവനും അഭിരാമി എന്ന അമ്മുവും. ഇവരുടെ അമ്മ അഭിരാമിയെ ഗർഭിണിയായിരിക്കുമ്പോഴാണ് ഭർത്താവിൻ്റെ അവിഹിത ബന്ധം കാരണം അയാളെ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് വന്നത്. അമ്മുവിനെ പ്രസവിക്കെ ഉണ്ടായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് അവർ മരണപ്പെട്ടു. പിന്നെ അമ്മു ഏട്ടൻ്റെ നെഞ്ചിലെ ചൂടേറ്റായിരുന്നു വളർന്നത്. ദേവൻ അവൾക്ക് ഏട്ടൻ മാത്രമല്ലായിരുന്നു, അച്ഛനും അവളുടെ അമ്മയും, എല്ലാത്തിനുപരി അവളുടെ ആത്മാർത്ഥ സുഹൃത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവന്റെ ഉറ്റ സുഹൃത്ത് ആദവെന്ന ആദിയോട് തോന്നിയ ഇഷ്ടം അവൾ ആദ്യം പറഞ്ഞതും അവനോടായിരുന്നു. ദേവന്റെ മനസ്സിലും അതേ ആഗ്രഹം തോന്നിയിരുന്നു. എങ്കിലും ആദിക്ക് ഇഷ്ടമാണോ എന്നറിഞ്ഞിട്ട് തീരുമാനിക്കാമെന്നായിരുന്നു അവൻ അവളോട് പറഞ്ഞത്. ദേവന് ഒരു പട്ടാളക്കാരനാകാനായിരുന്നു ആഗ്രഹം. അതിനായി പരിശ്രമിക്കുകയും അവൻ്റെ ആഗ്രഹം പോലെ ഒരു ആർമി ഓഫീസർ ആവാൻ കഴിഞ്ഞു. ആദിക്ക് പോലീസിൽ SI ആയിട്ടും ജോലി കിട്ടി. ആദ്യ ജോലി കിട്ടിയ കാര്യം ദേവനെ ഫോണിൽ വിളിച്ചറിയിക്കുന്നതിനിടയിലാണ് അവൻ അമ്മുവിനെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞത്. അമ്മുവിൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് മതിയെന്ന് വിചാരിച്ചെങ്കിലും അവളുടെ ജാതകത്തിലുള്ള പ്രശ്നം കാരണം വിവാഹം പെട്ടെന്ന് തന്നെ വേണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. നിശ്ചയത്തിന് ദേവന് വരാൻ കഴിഞ്ഞില്ലായിരുന്നു. ഇനി 2 ആഴ്ച കൂടെയുണ്ട് വിവാഹത്തിന്. ദേവൻ തൻ്റെ ജീവനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. നാളെയാണ് അമ്മുവിൻ്റെ വിവാഹം. നേരം ഒരുപാടായെങ്കിലും ദേവന് ഉറക്കം വന്നില്ല. പ്രസവിച്ചു വീണപ്പോൾ മുതൽ വളർന്നത് ആ കൈകളിൽ കിടന്നായിരുന്നു. നാളെ അവൾ മറ്റൊരു വീട്ടിലേക്ക് ഒരു ഭാര്യയായി, ഒരു മരുമകളായി കയറി ചെല്ലാൻ പോകുന്നു. അവളെ പൊന്നുപോലെ നോക്കുമെന്ന് ഉറപ്പുള്ള ഒരുത്തനാണ് കൈപിടിച്ചു കൊടുക്കുന്നതെങ്കിലും
നാളെ മുതൽ ഇവിടെ അവളൊരു വിരുന്നുകാരിയായി മാറുന്നത് അവൻ്റെ മനസ്സിനെ ഉലച്ചുകൊണ്ടിരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ദേവൻ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് നോക്കി. അമ്മൂട്ടി, മോള് ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ല, ഞാനിന്ന് ഏട്ടൻ്റെ കൂടെയാണ് ഉറങ്ങുന്നത്. എനിക്ക് ഏട്ടൻ്റെ കൂടെ കിടന്നാൽ മതി. അമ്മു ദേവൻ അടുത്ത് കിടന്നു. ഏട്ടാ, എനിക്ക് ഏട്ടൻ്റെ പാട്ട് കേൾക്കണം. അതിനെന്താ, ഏട്ടൻ പാടിത്തരാലോ. അവൻ അവൾക്കായി പാട്ടുപാടി തുടങ്ങി. സർവാഭരണ വിഭൂഷയായി നിൽക്കുന്ന അമ്മുവിനെ കണ്ട് ദേവന്റെ മനസ്സ് നിറഞ്ഞു. തൻ്റെ കാൽ തൊട്ട് വന്ദിക്കാൻ പോയ അമ്മുവിനെ അതിനനുവദിക്കാതെ ദേവൻ തൻ്റെ നെഞ്ചിൽ ചേർത്തു. ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്ന വഴിക്കാണ് ദേവന്റെ ഫോൺ റിംഗ് ചെയ്തത്. പെട്ടെന്ന് തന്നെ ക്യാബിലേക്ക് തിരിച്ചെത്താനും ജോയിൻ ചെയ്യാനും ഓഫീസിൽ നിന്നുള്ള അറിയിപ്പായിരുന്നു. ആ വിവരം ദേവനപ്പോൾ ആരോടും പറഞ്ഞില്ല. അങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ചും ആദ്യ അമ്മുവിനെ അഗ്നിസാക്ഷിയായി താലി ചാർത്തി. പൊന്നുപോലെ നോക്കണേടാ. കന്യാദാനത്തിന് ആദിയുടെ കൈകളിൽ അമ്മുവിൻ്റെ കൈ വെച്ചു കൊടുത്തുകൊണ്ട് ദേവൻ പറഞ്ഞു. ആദി അതിന് മറുപടിയായി അമ്മുവിൻ്റെ കൈകളെ ഒന്നുകൂടെ മുറുക്കെ പിടിച്ചു. അമ്മു ഇറങ്ങുന്ന നേരമാണ് ദേവൻ പോകുന്ന കാര്യം പറഞ്ഞത്. അമ്മുവും ആദിയും കൂടെ വരാമെന്ന് പറഞ്ഞെങ്കിലും ദേവൻ സമ്മതിച്ചില്ലായിരുന്നു. ഒടുവിൽ അമ്മുവിൻ്റെ വാശിക്ക് സമ്മതിക്കേണ്ടി വന്നു. തനിക്കരികിൽ നിൽക്കുന്ന അമ്മുവിൻ്റെ നെറ്റിയിൽ സ്നേഹചുംബനം നൽകി ആദിയെ ഒന്ന് പുണർന്ന് ദേവൻ ട്രെയിനിൽ കയറി. ട്രെയിൻ നീങ്ങി തുടങ്ങുമ്പോഴും ദേവൻ അമ്മുവിനെയും ആദിയെയും മതിവരാതെ നോക്കിക്കൊണ്ടിരുന്നു. പ്രധാന വാർത്തകൾ. കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിൽ 6 തീവ്രവാദികളെ വധിച്ചു. 2 ജവാന്മാർക്ക് വീരമൃത്യു. 2 ദിവസത്തിനു ശേഷമുള്ള ന്യൂസ് ചാനലുകളിലെ വാർത്തകൾ ഇതായിരുന്നു. വീരമൃത്യു വരിച്ച ജവാന്മാരുടെ ഫോട്ടോ ചാനലുകളിലും പത്രങ്ങളിലും വന്നു. അതിലൊരു ചിത്രം നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന ദേവജിത്തിൻ്റെതായിരുന്നു. അമ്മൂട്ടി, ഒരിക്കലും ഒരു പട്ടാളക്കാരൻ്റെ മൃതദേഹത്തിനരികിൽ നിന്ന് സങ്കടപ്പെടാനോ കരയാനോ പാടില്ല. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിനിടയിൽ മരണം വരിച്ച ധീരന്മാരാണ് അവർ. അവരെ ഓർത്ത് എന്നും അഭിമാനിക്കാനേ പാടുള്ളൂ. ത്രിവർണ പതാകയിൽ പൊതിഞ്ഞ ദേവന്റെ മൃതദേഹം ഏറ്റുവാങ്ങുമ്പോൾ അമ്മു ഓർത്തത് ഒരിക്കൽ ദേവൻ പറഞ്ഞ വാക്കുകളായിരുന്നു. അവൾ കരഞ്ഞില്ല. പകരം തൻ്റെ ഏട്ടൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. അത്രയും സ്നേഹത്തോടെ ദേവന് അവൻ്റെ അമ്മൂട്ടി നൽകിയ അവസാനത്തെ ചുംബനം. അപ്പോൾ ഇനി മഹാദേവ് പറയൂ, നിനക്ക് വലുതാവുമ്പോൾ ആരാകാനാണ് ആഗ്രഹം? ടീച്ചറുടെ ചോദ്യത്തിന് ആ 7ാം ക്ലാസ്സുകാരൻ മറുപടി പറഞ്ഞു. ടീച്ചർ, എനിക്കൊരു പട്ടാളക്കാരനായാൽ മതി. എനിക്കതാണ് ആഗ്രഹം. വർഷങ്ങൾക്കിപ്പുറം ചുമരിൽ തൂക്കിയ ദേവജിത്തിന്റെ ചിത്രത്തിനരികെ ആ ചെറുപ്പക്കാരൻ നിന്നു. വല്യ പപ്പേ, ഞാനും ഇന്ന് പപ്പയെ പോലെ ഒരു പട്ടാളക്കാരനായി. എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു. എൻ്റെ രാജ്യത്തെ സംരക്ഷിക്കുക എന്ന എൻ്റെ കടമ ഞാൻ നിറവേറ്റും, എൻ്റെ മരണം വരെ. അതാണെൻ്റെ പ്രതിജ്ഞ. മഹാദേവ് എന്ന മഹി മനസ്സിൽ കുറിച്ചു വെച്ചു. മഹി, സമയമായി, ഇറങ്ങാം. ആദവ് പറഞ്ഞത് കേട്ട് മഹി തലയാട്ടി പുറത്തേക്കിറങ്ങി. അമ്മൂട്ടി. ട്രെയിനിൽ കയറാൻ നേരം മഹി അഭിരാമിയെ വിളിച്ചു. അവൾ അവൻ്റെ കവിളിലൊന്ന് സ്നേഹത്തോടെ മുത്തി. അമ്മയുടെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടാവും ദേവാ. അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു. നീങ്ങി തുടങ്ങുന്ന ട്രെയിനിൽ കൈവീശി യാത്ര പറയുന്ന മഹിയെ അഭിരാമി ഒന്ന് നോക്കി. അവന് പിന്നിൽ ദേവജിത്ത് തന്നെ നോക്കി ചിരിക്കുന്ന പോലെ തോന്നി അവൾക്ക്. അപ്പോഴും അവൻ്റെ പാട്ടുകൾ അവിടെ അലയടിച്ചുകൊണ്ടിരുന്നു. ദേവന്റെ സ്വരം തനിക്ക് ചുറ്റും നിറയുന്നത് പോലെ തോന്നി. ദേവേട്ടാ. അവൾ അവൻ്റെ പേരുരുവിട്ടുകൊണ്ട് ആദിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു.